സഈദ് ബിൻ ആമിർ അൽ ജുമഹി എന്ന് പറയുന്ന ഒരു സഹാബി. ഈ സഹാബിയുടെ പ്രത്യേകത മറ്റു സഹാബികളെ പോലെ തന്നെ ആദ്യകാലത്ത് മുശ്രിക്കായിരുന്നു, പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത ഉണ്ട്. മഹാനായ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു. ഹുബൈബ് ബിൻ അദി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമുമായി മക്കയിലേക്ക് വന്നപ്പോൾ ആദ്യകാലത്ത് തന്നെ റസൂൽ വിശ്വസിച്ചിരുന്ന ഒരു സഹാബിയാണ്. നമുക്കറിയാം, ആദ്യകാലത്ത് ഹുബൈബിനെ പോലെ ഹബ്ബാബിനെയും ബിലാലിനെയും ഒക്കെയുള്ള റളിയല്ലാഹു അൻഹും അജ്മഈൻ, യാസിർ, അമ്മാർ, സുമിയ റളിയല്ലാഹു അൻഹും അങ്ങനെയുള്ള ദരിദ്രരായ കുറേ ആളുകളാണ് ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചത്. അതിൽപ്പെട്ട ഒരാളാണ് ഹുബൈബ് റളിയല്ലാഹു. അപ്പോൾ ഹുബൈബിന് അദി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടികൂടിയിട്ട് ഇസ്ലാം സ്വീകരിച്ചു എന്ന കാരണത്താൽ അദ്ദേഹത്തെ കൊല ചെയ്യുകയാണ് ചെയ്തത്. മക്കയുടെ ബോർഡറായ തൻഈം, നമുക്കറിയാം, ഉംറയ്ക്ക് വേണ്ടി ഹറാമിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന, അഥവാ മക്കയിലുള്ള ആളുകൾക്ക് മക്കയുടെ ബോർഡറിൽ പോയി ഹറാമിൽ പ്രവേശിക്കേണ്ടത്. അങ്ങനെ മക്കയുടെ ബോർഡറിൽപ്പെട്ടൊരു ബോർഡറാണ് തൻഈം എന്നുള്ളത്. ആ തൻഈമിലുള്ള ഒരു സ്ഥലത്ത് മുശ്രിക്കുകൾ കുറച്ച് ആളുകൾ കൂടി ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പിടികൂടി അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി കൊല ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഹുബൈബെ നിന്നെ വിട്ടേക്കാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ എവിടെയാണോ ഉള്ളത്, അവിടെ പ്രവാചകൻ്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നതാണ് എനിക്ക് നിങ്ങളിപ്പോൾ എന്നെ കൊല്ലുന്നതിനേക്കാൾ സങ്കടകരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, റസൂലിന് പോറമേൽക്കാനും പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഈ ശത്രുക്കളായ ആളുകൾ ഇദ്ദേഹത്തെ കൊല്ലണോ വേണ്ടയോ എന്ന ചർച്ച അവിടെ നടത്തുകയാണ്. ആ ചർച്ചയിൽ ഈ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സഈദ് ബിൻ ആമിർ അൽ ജുമഹി എന്ന് പറയുന്ന സഹാബി. അപ്പോൾ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു? ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കാരണം അവർ റസൂലിനോടും ഇസ്ലാമിനോടുള്ള വിദ്വേഷം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി അവർ ഐക്യകണ്ഠേന തീരുമാനിക്കുകയും അദ്ദേഹത്തെ അവർ കൊല്ലുകയും ചെയ്തു, കൊല നടത്തുകയും ചെയ്തു. അതവർ കഴിഞ്ഞു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറത്താണ് ഈ സഹാബിക്ക് ഹിദായത്ത് ലഭിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് സഹാബികൾ ആദ്യകാലത്ത് പലതും ചെയ്തിട്ടുണ്ട്, പിന്നെ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഇന്നൽ ഇസ്ലാമ യഹ്ദിമുമാക്കാൻ ഖബല, മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു. അത് എന്ത് വലിയ പാപമാണെങ്കിലും പടച്ചവൻ പുറത്തു കൊടുക്കും. ഇവിടെ സഈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പലപ്പോഴും കരയുന്ന സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നെ കാണാൻ കഴിയുക. കരയുന്നു, ചിലപ്പോൾ ബോധരഹിതനായി താഴെ വീഴുന്നു. കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അന്ന് ഹുബൈബിനെ കൊല്ലുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. അന്ന് ഞാൻ അവരോട് വേണ്ട, അവനെ കൊല്ലണ്ട, വിട്ടേക്കാം എന്ന അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹുബൈബിനെ അവർ വിടും. പക്ഷെ ഞാൻ അവരുടെ കൂട്ടത്തിൽ കൊല്ലാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഹുബൈബിനെ കൊന്നത്. ഞാനന്ന് അവരുടെ നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഹുബൈബ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇന്ന് ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ശേഷം എൻ്റെ മനസ്സിലേക്ക് ആ സംഭവം ഓർമ്മ വരുമ്പോഴൊക്കെ എനിക്കൊരു സമാധാനമില്ല. എൻ്റെ സുഹൃത്തിനെ, എൻ്റെ ഒരു സഹോദരനെ ഞാൻ കൊന്നല്ലോ എന്നൊരു സങ്കടം എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരും. അപ്പോഴാണ് ഞാൻ ബോധരഹിതനാകുന്നത്, അപ്പോഴാണ് എൻ്റെ കണ്ണുകൾ നിറയുന്നത് എന്ന് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്. ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത. നമ്മുടെ തിന്മകൾ നമ്മളെ വല്ലാതെ കരയിപ്പിക്കണം. നമ്മുടെ തിന്മകൾ നമ്മളെ കരയിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ചെയ്തൊരു തിന്മയാണത്. മുസ്ലിമായി കഴിഞ്ഞാൽ അത് പുറത്തു കിട്ടി. ഇനി അതിൻ്റെ വിഷയത്തിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അത് അള്ളാഹു അതൊക്കെ പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഞാൻ മുസ്ലിമായി കഴിഞ്ഞ ശേഷവും ജാഹിലിയത്തിൽ ചെയ്ത തിന്മയെ കൊണ്ടുപോലും ഞാൻ പിടിക്കപ്പെടുമോ എന്ന് പേടിച്ചെങ്കിൽ മുസ്ലിമായി ജീവിച്ചിട്ട് ഒരുപാട് ഹറാമ് കണ്ടും കേട്ടും ആളുകളെ ബുദ്ധിമുട്ടിച്ചും ആളുകളെ പ്രയാസപ്പെടുത്തിയും അന്യൻ്റെ പണം പിന്നെ പിടിച്ചു പറിച്ചും രക്തം ചിന്തിയും അതല്ലാത്തതുമായ ഒരുപാട് തിന്മകൾ ചെയ്തിട്ട് ആ തിന്മകളുടെ വിഷയത്തിൽ നമുക്കൊരു കൂസലുണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രയാസമാണ്. റസൂൽ പറഞ്ഞല്ലോ, ഒരു വിശ്വാസി തിന്മയെ കാണുക ഒരു മലയുടെ താഴെ നിൽക്കും പോലെയാണ്. ആ മലയാണ് അവൻ്റെ തിന്മ. ആ മല ഇപ്പം എൻ്റെ മേത്ത് വീകുമെന്നാണ് അവൻ്റെ പേടി ഉണ്ടാകുക. പക്ഷെ ഒരു ഫാസിഖിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മൂക്കിൻ്റെ മുമ്പിൽ പാറിക്കളിക്കുന്ന ഒരു ഈച്ചയുടെ ലാഘവം മാത്രമേ ഉള്ളൂ. അവനിങ്ങനെ കൈകൊണ്ട്, റസൂൽ ഇങ്ങനെ ആക്കിയെന്ന കൈകൊണ്ട്, ആ കൈകൊണ്ട് തട്ടിക്കളയും ഈച്ച, പിന്നെയും തട്ടും. അതുപോലെയാണ്, തിന്മ കാണും, പിന്നെയും തൗബയും പിന്നെയും കാണും, അതാണ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ
നമ്മുടെ തിന്മ നമ്മളെ കരയിക്കാൻ, നമ്മുടെ തിന്മ നമ്മളെ ബോധ്യപ്പെടുത്താൻ, അങ്ങനെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾക്ക് കഴിയണം എന്നാണ് എനിക്ക് ഒന്നാമതായി എന്നോടാണ് പറയാനുള്ളത്. അതിനുശേഷം ശബ്ദം കേൾക്കുന്ന പീസ് റേഡിയോയുടെ മുഴുവൻ ശ്രോതാക്കളോടും ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാനും ഒരു ഇസ്തിഗ്ഫാർ, പശ്ചാത്താപം ചോദിക്കാനും കഴിയാത്ത രൂപത്തിൽ നമ്മുടെ തിന്മകൾ നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. നമ്മൾ വളരെ ലാഘവത്തോടു കൂടി കാണുന്നത് കൊണ്ട്, ഒരുപക്ഷെ പലപ്പോഴും പലതും സ്ഥിരമായി ചെയ്യുന്നത് കൊണ്ടൊക്കെ തിന്മകൾ മറന്നു പോകുന്ന സാഹചര്യം, നോർമലൈസേഷൻ. അപ്പോൾ പിന്നെ അതൊന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ വളരെ ഗൗരവപ്പെട്ടൊരു സംഗതിയാണ്. നമുക്ക് തിന്മയെക്കുറിച്ച് ആദ്യം ഒരു ബേജാറും അതിൻ്റെ ഒരു ഗൗരവവും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് തൗബ ചെയ്യാൻ വേണ്ടി കഴിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ചിന്ത അല്ലെങ്കിൽ തൗബ ചെയ്യൂല. അതുകൊണ്ട് ആ ചിന്തയാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നിട്ട് അള്ളാഹുവോട് ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യുക, താണുകയാണ്, അപേക്ഷിക്കുക എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്.